വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, രേഖകളുടെ ഉള്ളടക്കം, ആശയങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുകയാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് 2025 ഒരു ജൂബിലി വർഷമാണ്. സഭയിൽ എല്ലാ 25 വർഷങ്ങളിലും ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025 വാർഷികമാണ് അടുത്ത കൊല്ലം സഭ ആചരിക്കുന്നത്. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെ നവമായി കണ്ടുമുട്ടാനുള്ള ഒരവസരമായിരിക്കണം ഇത് എന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നു. പ്രത്യാശ എന്ന വിഷയമാണ് പരിചിന്തനത്തിനായി നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞ വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, ആരെയും മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് തരുന്നത് അതാണ്. ആ വാചകത്തെ എടുത്തുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ ചിന്തകളും വിചിന്തനങ്ങളും പ്രായോഗിക പരിപാടികളും മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വളരെ ചുരുക്കമായി പറയാൻ ശ്രമിച്ചത് മാർപ്പാപ്പ തന്നെ പറഞ്ഞ വാക്കുകൾ ഈ രേഖയിൽ സൂചിപ്പിച്ചിരിക്കുന്നവയുടെ വെളിച്ചത്തിലാണ്. എന്താണ് ഈ ജൂബിലിയുടെ ലക്ഷ്യം? അതിൻ്റെ അർത്ഥം എന്താണ്? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ആമുഖ ചിന്തകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ചത്. ഞാനത് തുടരുകയാണ്. 4-ാമത്തെ പോയിൻ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രതീക്ഷയുടെ ഫലങ്ങളെക്കുറിച്ച് ഇവിടെ മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട്. അത് എന്താണ്? സുഹൃതങ്ങളുടെ അഭ്യസനമാണ്, പ്രാക്ടീസാണ്. അതിൽ ഏറ്റവും ഊന്നൽ കൊടുത്ത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ക്ഷമാശീലമാണ്, പേഷ്യൻസാണ്, പെർസിവറൻസാണ്. ഇതുണ്ടാകണമെന്ന് മാർപ്പാപ്പ പ്രത്യേകിച്ച് പറയുകയാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും രോഗങ്ങളിലും എതിർപ്പുകളിലുമെല്ലാം നാം വിശ്വസിക്കുന്ന കർത്താവിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ചില ചിന്താഗതിക്ക് ഘടകവിരുദ്ധമാണ് ഈ ക്ഷമാശീലം എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ ഇവിടെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഉടനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഉടനെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ചത്തുകളയുമെന്ന് പറയുന്നവരുണ്ട്, ചാകുന്നവരുമുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരും. താൻ ഉദ്ദേശിച്ച കാര്യം കിട്ടിയില്ല. അതിനെതിരാണ് ഈ ക്ഷമാശീലം, പ്രതീക്ഷ നൽകുന്ന ക്ഷമാശീലം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് ക്ഷമാപൂർവമുള്ളൊരു കാത്തിരിപ്പാണ്, നന്മയിലേക്കുള്ളൊരു കാത്തിരിപ്പാണ്. അവിടെ മാർപ്പാപ്പ ഒരു ആശയം കൊണ്ടുവരുന്നത് നമ്മുടെ അമ്മയായ പ്രകൃതിയോട് ചേർന്നും ആ പ്രകൃതിയെ പോലെയും, ഈ പ്രകൃതി നമുക്കറിയാമല്ലോ, ഭൂമിയെപ്പറ്റി സഹനശീല എന്നാണ് ഭൂമിയെപ്പറ്റി പറയുന്നത്. നമ്മൾ എന്തെല്ലാം പീഡനങ്ങൾ ഏൽപ്പിച്ചാലും അത് സഹനത്തോടെ സ്വീകരിക്കുന്നു, നമുക്ക് ഫലം പുറപ്പെടുവിച്ച് തരുന്നു എന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ ചിന്ത. മാർപ്പാപ്പ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ലൗദാത്തോ സി എന്ന് പറയുന്ന പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ അതിവിടെ വളരെ ചുരുക്കമായി പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയുടെ ഫലം അതിൽ പ്രധാനപ്പെട്ടത് സുഹൃതങ്ങൾ നമ്മളിൽ വികസിക്കുന്നു എന്നതാണ്, അത് വളരുന്നു എന്നതാണ്. അതിലേറ്റവും പ്രധാനമായി ഊന്നൽ കൊടുത്ത് ക്ഷമാശീലത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ. നമ്മളെ ക്ഷമാശീലം എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പാണ്, നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഉടനെ നമുക്ക് ഫലം കിട്ടിയില്ലെങ്കിലും കിട്ടുമെന്നുള്ള ആ ബോധ്യത്തിലാണ്. അതിൽ അടിസ്ഥാനപരമായുള്ളത് നമുക്ക് സ്വർഗം കിട്ടുമെന്നുള്ള പ്രത്യാശ തന്നെയാണ്. നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നേരിടാൻ നമുക്ക് ബലം തരുന്നത് സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ. വിശുദ്ധരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണത്. പ്രതീക്ഷയുടെ ഫലങ്ങൾ
ഒരു പോയിൻ്റ് മാർപ്പാപ്പ ഈ രേഖയിൽ നമ്മുടെ പരിചിന്തനത്തിന്, ധ്യാനത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാശയം മാർപ്പാപ്പ ഈ രേഖയിൽ പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു യാത്ര എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. പ്രതീക്ഷയെ പ്രത്യേകിച്ച് കഴിഞ്ഞ ആ പോയിൻ്റ്, 4-ാമത്തെ പോയിൻ്റ്, പ്രതീക്ഷയും ക്ഷമയും തമ്മിലുള്ള ഈ ഇൻ്റർപ്ലേ, ഈ ബന്ധം നമ്മെ വ്യക്തമായി കാണാൻ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിതാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ക്രൈസ്തവ ജീവിതം ഒരു യാത്രയാണ്. അത് നമ്മളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. കൂടുതൽ തീക്ഷ്ണമായ നിമിഷങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടാണ് അത് നമ്മെ ഈ പ്രത്യാശയുള്ളവരായിരിക്കാൻ സഹായിക്കുന്നത്, പ്രതീക്ഷയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ പ്രത്യാശയെ പ്രോത്സാഹിപ്പിക്കാനും നിലനിർത്താനും നിരന്തരം ഒരു കൂട്ടുകാരനെ പോലെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മുടെ കാൽപ്പാടുകളെ നയിക്കുന്നു. ഈ പ്രത്യാശയാണ് നമ്മുടെ ഈ യാത്രയെ, കാൽപ്പാടുകളെ നയിക്കുന്നത്. ആ യാത്ര നമ്മൾ എങ്ങോട്ടാണ് നടത്തുന്നത്? മാർപ്പാപ്പ കർത്താവായ ഈശോയുമായുള്ള നമ്മുടെ കണ്ടുമുട്ടലിലേക്കാണ്. അങ്ങോട്ടാണ് നമ്മുടെ യാത്രയെല്ലാം എത്തി നിൽക്കുന്നത്. കർത്താവിനെ കൂടുതൽ കണ്ടെത്തുക, കർത്താവിനെ അറിയുക, അവിടുത്തെ സ്നേഹിക്കുക, അവിടുന്ന് ജീവിക്കുക. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഇപ്പോൾ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന വലിയ അനുഭവത്തിലേക്കുള്ള ഒരു നീക്കമാണത്. ഇത് നമുക്ക് ഓർമ്മിക്കാം. അപ്പോൾ 5-ാമത്തെ പോയിൻ്റ്, പ്രതീക്ഷ എന്ന് പറയുന്നതിനെ ഒരു യാത്രയായി, അത് ഒരിക്കൽ അങ്ങ് നിന്നു പോകുന്ന ഒന്നല്ല, നമ്മൾ നിരന്തരമായ യാത്രയിലാണ് എന്ന ബന്ധമാണ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 6-ാമത്തെ പോയിൻ്റ് ഇവിടെ ഈ രേഖയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, തീർത്ഥാടനം ജൂബിലിയുമായി ബന്ധിപ്പിച്ച് സംസാരിക്കുകയാണ്, പ്രത്യാശയുമായി ബന്ധിപ്പിച്ച് സംസാരിക്കുകയാണ്. ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ ആശയത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അത് വരുന്നത്. ജൂബിലിയുടെ, ഏത് ജൂബിലിയിലും ഒരടിസ്ഥാന ഘടകമാണ് തീർത്ഥാടനം എപ്പോഴും. അതുകൊണ്ടാണ് റോമിലേക്കുള്ള തീർത്ഥാടനം ബസിലിക്കകളുടെ വാതിലുകളെല്ലാം തുറക്കുന്നത്. പത്രോസിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ടാണ് ജൂബിലി ആരംഭിക്കുന്നത്. പിന്നീട് റോമിലുള്ള 4 ബസിലിക്കകൾ ഉള്ളത്, മാതാവിൻ്റെ മരിയ മജോരെ എന്ന് പറയുന്ന ബസിലിക്ക, ലാറ്ററൻ ബസിലിക്ക, സെൻറ്റ് പോൾസ് ബസിലിക്ക, ഇതെല്ലാം പ്രധാനപ്പെട്ട ദേവാലയങ്ങളാണ്. ജെറുസലേം ദേവാലയം, ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ജൂബിലിയിലും, എല്ലാ മഹാജൂബിലിയിലും അത് നമ്മൾ എന്നും കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു വിശുദ്ധ സ്ഥലത്തേക്കുള്ള യാത്ര നടത്തുക എന്നത് പ്രധാനമാണ്. നമുക്ക് റോമിൽ പോകാനോ അതെല്ലാം കാണാനോ അവിടെ പ്രാർത്ഥിക്കാനോ നമുക്കെല്ലാവർക്കും സാധിക്കില്ല. ഇന്ന് പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ സാഹചര്യമുണ്ട്, സൗകര്യമുണ്ട്, എങ്കിലും എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും ഒരു തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതും കൂടുതൽ ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതും കൂടുതൽ കൃപകൾ നമുക്കായി വാഗ്ദാനം ചെയ്യുന്നതുമെല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ മാർപ്പാപ്പ ഊന്നൽ കൊടുക്കുന്നത് ഈ തീർത്ഥാടനത്തിൽ ഒരാന്തരിക യാത്രയ്ക്കാണ്. നമ്മൾ തീർത്ഥാടനം നമ്മളിലേക്ക് തന്നെ ആന്തരികമായി ഒരു യാത്ര നടത്താൻ സാധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ യാത്ര, തീർത്ഥാടനം മാനുഷിക അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്ന ചോദ്യം അവിടെയുണ്ട്. അത് കണ്ടെത്തുക, എന്നിട്ട് ജീവിക്കുക. പലപ്പോഴും ഞാൻ എന്തുകൊണ്ടിവിടെ ആയിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ദൗത്യം എന്താണ് എന്നീ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക സമയമാണ്, സവിശേഷമായ സമയമാകണം നമുക്ക് ഈ ജൂബിലി, ഈ തീർത്ഥാടനം അതിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് 2 തരത്തിലുള്ളതുണ്ട്. ഒരു ദേവാലയത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്തേക്കുള്ള യാത്രയുണ്ട്, എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഉള്ള യാത്രയുണ്ട്. ആന്തരികവും ഭാഗ്യവുമായ തീർത്ഥയാത്രകളെന്ന് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം.
അത് നമ്മളെ പുത്തനായി വീണ്ടും അല്ലെങ്കിൽ നവമായി കണ്ടെത്താൻ സഹായിക്കുന്നു ചില കാര്യങ്ങൾ. അത് മനുഷ്യ ജീവിതത്തിന് ധന്യമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? മാർപ്പാപ്പ 3 കാര്യങ്ങൾ അടിവരയിടുന്നു. ഒന്ന്, നിശബ്ദതയുടെ മൂല്യം കണ്ടെത്താൻ അത് നമ്മളെ സഹായിക്കുന്നു. വലിയ ബഹളം പിടിച്ച ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒച്ച ഭയങ്കരമാകുന്ന, എല്ലായിടത്തും കോലാഹലമാണ്, ശാന്തത കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ തീർത്ഥയാത്രകൾ നിശബ്ദതയുടെ മൂല്യം വീണ്ടും കണ്ടെത്താനും നമ്മളെ ഏകാഗ്രതയിലേക്ക് പോകാനും സഹായിക്കുന്ന ഒന്നാണ് എന്ന്. 2, സഹനശക്തിയുടെ അർത്ഥമാണ്. അതും പ്രധാനമാണ്. നമ്മൾ കണ്ടല്ലോ, ക്ഷമയെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ആവശ്യമാണ് സഹനശക്തി. അതിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു കാര്യമാണ് തീർത്ഥയാത്രകൾ. 3, ജീവിതത്തിൽ ലാളിത്യം പഠിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വലിയ കെട്ടിടമൊന്നും പണിത് അവിടെ ഇരിക്കുകയല്ലോ, യാത്രയാണ്, തീർത്ഥാടനമാണ്. കുറച്ച് സാധനമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. യാത്രയ്ക്ക് എപ്പോഴും ലെസ് ലഗേജ് ഈസ് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, നമ്മൾ ഒതുങ്ങി ജീവിക്കാനായിട്ട് സാധിക്കും. തീർത്ഥാടകൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത് മനുഷ്യ ജീവിതത്തിൽ ഇന്ന് കൈമോശം വന്നിട്ടുണ്ട്. അത് പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നിശബ്ദതയുടെ മൂല്യം, സൈലൻസ്, വാല്യൂ ഓഫ് സൈലൻസ്. സഹനശക്തിയുടെ അർത്ഥം പെർസിവറൻസ് ആണ് അതിൻ്റെ അർത്ഥം. പിന്നെ ലാളിത്യം, സിംപ്ലിസിറ്റി ഇൻ ലൈഫ്, ഇത് നമുക്ക് ആവശ്യമാണ്. മാർപ്പാപ്പ അതിൻ്റെ ഒരു വിശദീകരണം വീണ്ടും തരികയാണ്. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. തീർത്ഥാടനം അപ്പോൾ അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് നമ്മൾ തീർത്ഥാടനം നടത്തുന്നു. അത് പല കാര്യങ്ങൾ ധ്യാനിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് പാപ്പ പറയുകയാണ്. പല കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് അത് സഹായിക്കുന്നത് എന്ന് പറയുന്നു. മാർപ്പാപ്പ പറയണം, 1, സൃഷ്ടിയുടെ സൗന്ദര്യം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്. നമുക്ക് ഏകാഗ്രമായി അതിനെ വീക്ഷിക്കാനും അത്ഭുതം കൂറാനും ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം ദർശിക്കാനും ഇടയാകുന്നത് യാത്രയിലൂടെയാണ്. യാത്ര നൽകുന്ന വലിയ പാഠം അതാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മലമ്പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നു, കടൽ തീരത്തേക്ക് പോകുന്നു, അതിൻ്റെ ആ വൈവിധ്യങ്ങളിലൂടെ പ്രകൃതിയുടെ സൃഷ്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, നമ്മൾ പോകുമ്പോൾ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ തന്നെ അത് തന്നെ, പ്രാചീന ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ, മോണുമെൻറ്റ്സ്, വലിയ കെട്ടിടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഇവിടെയും അത് തന്നെയാണ്. തീർത്ഥാടനം എപ്പോഴും വലിയ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധരുടെയൊക്കെ കബറിടങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവിടെ നമുക്ക് കലയുടെ മാസ്റ്റർ പീസ്, ശ്രേഷ്ഠമായ അവതരണം കാണാൻ സാധിക്കുന്നു. അതാണ് മറ്റൊരു വലിയ നേട്ടം. 3ാമത്തെ കാര്യം മാർപ്പാപ്പ പറയുന്നത്, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമ്പന്നത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. വ്യത്യസ്ത രാജ്യങ്ങളും വ്യത്യസ്ത സ്ഥലങ്ങളും കാണുമ്പോൾ എന്ത് വ്യത്യാസമാണ്. ഒരു യൂറോപ്യൻ ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആ സമ്പന്നത അവർ മനസ്സിലാക്കുക. നമ്മൾ യൂറോപ്പിൽ പോകുമ്പോൾ ആ ക്രിസ്ത്യൻ കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ ആ വലിപ്പം നമുക്ക് അനുഭവിക്കാൻ ഇടയാകുന്നു. വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇത് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് യാത്ര, തീർത്ഥാടനം ഇതിന് വലിയ പ്രസക്തിയുണ്ട്. മറ്റൊന്ന്, ദൈവത്തിലേക്ക് പ്രാർത്ഥനയിൽ തന്നെ ഉയർത്താനുള്ള വലിയ പ്രചോദനം നമുക്ക് ലഭിക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ഉയരുന്നു. അപ്പോൾ അതുകൂടാതെ നമ്മൾ യാത്രയിൽ കാണുന്ന അതിശയങ്ങൾ, എന്തെല്ലാം അതിശയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതൊക്കെ കാണുമ്പോൾ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം ഉയരുന്നു, അതിനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ദൈവത്തോടുള്ളൊരു നന്ദിയുടെ വികാരം നമ്മളിൽ ജനിക്കുന്നു. ഇതൊക്കെയാണ് തീർത്ഥയാത്രയിലൂടെ ഉണ്ടാകേണ്ടത്. അവിടുത്തെ സൃഷ്ടിയുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ, മനുഷ്യൻ്റെ കലാസൃഷ്ടികൾ മുമ്പേ പറഞ്ഞല്ലോ, കാണുമ്പോൾ ഇതെല്ലാം നമ്മളിൽ രൂപം കൊള്ളാനായി ഇടയാകുന്നു. അപ്പം തീർത്ഥാടനം അതുകൊണ്ട് എല്ലാ ജൂബിലിയിലും നമുക്കെന്നും ഇങ്ങനെ വലിയ യാത്രകൾ നടത്താൻ സാധിക്കില്ല, 25 കൊല്ലത്തിലൊരിക്കൽ. അതുകൊണ്ട് നമ്മളൊരു തീർത്ഥാടനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ നാട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ ജൂബിലി വർഷത്തിൽ അത് വലിയ ഗുണം എല്ലാ തരത്തിലും നമുക്ക് പ്രദാനം ചെയ്യും. വ്യത്യസ്ത സാംസ്കാരിക പ്രകാശനങ്ങളുടെയും ആത്മീയ അനുഭവങ്ങളുടെയും ഉറവിടങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവിടെ നിന്ന് നമുക്ക് കുടിക്കാൻ സാധിക്കും, അതിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ പലതുമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് അപ്പോൾ മാനസാന്തരം നൈസർഗികമായി സംഭവിക്കും. ഈ ബോധ്യങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടാകാതിരിക്കാൻ സാധിക്കില്ല, മാറ്റമുണ്ടാകും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മറ്റൊരു വലിയ കാര്യം മാർപ്പാപ്പ ഇവിടെ എടുത്തു പറയുന്നത് പ്രതീക്ഷ വീണ്ടും ഉണർത്തപ്പെടും, തെളിയിക്കപ്പെടും. പ്രത്യേകിച്ച് തീർത്ഥാടനത്തോടനുബന്ധിച്ച് നമ്മൾ പോകുമ്പോൾ വലിയ ദേവാലയങ്ങളിലെ യാത്രയിൽ നമുക്ക് കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനും അവ തിരുത്താനുമുള്ള അവസരമാണ്. അനുരഞ്ജന കൂദാശയ്ക്ക് അണയാൻ നമ്മളെപ്പോഴും തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതാണല്ലോ ചെയ്യുന്നത്, കുമ്പസാരിക്കും വിശ്വാസികൾ എന്ന നിലയിൽ. അതുവഴി നമ്മളിൽ പ്രതീക്ഷയാണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറ്റിയ പരാജയങ്ങളെ അതിജീവിച്ച് കൂടുതൽ തീക്ഷ്ണമായി ജീവിക്കുന്നതിനുള്ള ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. 6ാമത്തെ പോയിൻ്റായി തീർത്ഥാടനത്തെക്കുറിച്ച്, അത് ജൂബിലിയുടെ വലിയ ഒരു ഘടകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ജൂബിലിയിലും ഉണ്ട് തീർത്ഥാടനങ്ങൾ. അടുത്ത ഒരു ചിന്ത മാർപ്പാപ്പ പറയുന്നത് പ്രതീക്ഷ വീണ്ടും കണ്ടെത്താനുള്ള ആഹ്വാനമാണ് ഈ രേഖയിൽ നമുക്ക് നൽകുന്നത്. പ്രതീക്ഷ വീണ്ടും കണ്ടെത്തുക. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള സമയമാണ്. ഉള്ളിലേക്കുള്ള യാത്രയിൽ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ നമ്മളെ തന്നെ അനുവദിച്ചാൽ, ധ്യാനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ, നമുക്ക് സംഭവിക്കുന്നത് പ്രതീക്ഷ നമ്മൾ വീണ്ടും കണ്ടെത്തും എന്നതാണ്. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാർപ്പാപ്പ ഇവിടെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കുക. 2ാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയിട്ടുള്ള ആഹ്വാനങ്ങളിൽ ഒന്നാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കണം. എത്രയോ കാര്യങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ മാറുന്നിടത്ത് നമ്മൾ വെറുതെ നിന്നാൽ തള്ളപ്പെട്ടു പോകും. ലോകത്തിലൊപ്പം നടക്കണം, അതേസമയം അതിലെ തിന്മകളെ കുറച്ചുകൊണ്ട് ജീവിക്കണം. എപ്പോഴും പുത്തൻ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ തിന്മയും വരും, സുവിശേഷ മൂല്യത്തിന് ചേരാത്തതും വരും. ആ ചേരാത്തതിനെ മാറ്റി നന്മയിൽ വളരാനുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് പ്രത്യേകം അവിടെ എടുത്തു പറയുകയാണ്. ജൂബിലിയുടെ സമയം കാലത്തിൻ്റെ അടയാളങ്ങൾ, വെല്ലുവിളികൾ മനസ്സിലാക്കാനുള്ള സമയമാണ്. അത് നമ്മൾ വായിക്കണം, അടയാളങ്ങൾ വായിക്കണം, ദൈവവചനം വായിക്കുകയും ചെയ്യണം. അതാണ് ഒരു ആന്തരിക യാത്രയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ധ്യാനാത്മകമായ വചനം വായിക്കാനും ഉൾക്കൊള്ളാനും. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ക്രൈസ്തവരെന്ന നിലയിൽ പ്രതീക്ഷയുള്ളവരായി മാറുമെന്ന് മാർപ്പാപ്പ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. തുടർന്ന് മാർപ്പാപ്പ പറയുന്ന ഒരു വളരെ മനോഹരമായ ചിന്ത, ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാനുണ്ട്, ജീവിതം നമുക്ക് ഒത്തിരി പ്രത്യാശകൾ നൽകുന്നുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിന്, ഈ പ്രകൃതിക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്, നമുക്ക് വെളിപ്പെടുത്തി തരാനുണ്ട്. നമ്മുടെ ആത്മാർത്ഥത നിറഞ്ഞ ബന്ധങ്ങൾക്ക്, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഇൻ്റർ സബ്ജക്റ്റിവിറ്റി, അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ നിഷേധാത്മകതയെ ഇല്ലാതാക്കും അത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്.
അങ്ങനെ നമ്മളിലുള്ള പ്രതീക്ഷയെ അത് പ്രചോദിപ്പിക്കും. അതെല്ലാം പ്രത്യാശ തരുന്നതാണ് ഈ കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ. അപ്പോൾ അതുവഴി വ്യക്തികളിലുണ്ടാകും, സമൂഹത്തിലും ഉണ്ടാകണം. നമ്മൾ ഒരേ സമയം വ്യക്തിയും സമൂഹമാണ്, സമഷ്ടിയുമാണ്. വ്യക്തികൾ ചെയ്യുന്നതാണ് മറ്റുള്ളവരും ചെയ്യുന്നത്. ഒരാൾ ചെയ്യുന്നത് കാണിക്കുന്നത് മറ്റുള്ളവരും അറിയാതെ ചെയ്യും. അത് നല്ലതാണോ, വേണ്ടതാണോ, ആവശ്യമാണോ എന്ന പരിഗണന വേണം. അങ്ങനെയാണ് നല്ലത് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായി. മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ അല്പം കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മാർപ്പാപ്പ പറയുന്ന സിമ്പിളാണ്, അതേസമയം എത്രയോ മനോഹരമായ കാര്യങ്ങളാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ വലിയ പ്രത്യാശ വളർത്താൻ ജൂബിലി ഇടയാകണമെന്നതാണ് മാർപ്പാപ്പയുടെ ആഗ്രഹം. അതിനുതകുന്ന കാര്യങ്ങൾ ജൂബിലിയുടെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് പരിഗണിക്കാം, സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാം. നമുക്ക് കൂടുതൽ സന്തോഷമുള്ളവരായി തീരാൻ ഇടയാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുന്നതാണ്.